എനിക്ക് എത്ര കോഴിയാ കോഴികളെ ഒന്നാമത് കപ്പയൊക്കെ പിഴുത് വെച്ചേക്കാ. നിന്നെയൊക്കെ ഞാൻ തല്ലിക്കൊന്ന് വേവിക്കും പറഞ്ഞേക്കാം. എവിടുന്ന് വന്നോ ഓടിക്കണം. ഓ പിടിച്ചു വിട്ടിട്ട് വന്ന് പാത്ത് ഇവിടെ നിൽക്കുവാന്നോ? പൊക്കോ ഓ നിങ്ങളുടെ വീട്ടിൽ പോ. ഇവിടെ ഇവിടെ ഓടിക്കോ പോ. ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് ഞങ്ങൾ അയ്യത്തൂന്ന് തുടങ്ങി. അയ്യം വൃത്തിയാക്കി പരിസരം വീടും പരിസരം എല്ലാം ആദ്യം വൃത്തിയാക്കുക. മൊത്തം തീയിട്ട് കണ്ട. ഇനിയുണ്ട് കുറേ കൂടെ. ഇനിയും പുറയിലൊക്കെ ഇല്ലയോ? അതൊക്കെ വാരി എങ്ങനെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നേ? ചൂലിൻ്റെ ചെടിയൊക്കെ വളർന്ന് ഇങ്ങോട്ട് കിടന്ന ചൂലുണ്ടാകാറായി. എല്ലാത്തേലും പുൽച്ചൂല് ഉണ്ടാവും. ഇങ്ങോട്ടുള്ള എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പുറത്തെ വീട്ടുകാരുടെ അവരിവിടെ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ നട്ടേക്കുന്നേ. നമുക്ക് വേണ്ട ചൂല്, നമ്മൾ അതുകൊണ്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇവിടെ എല്ലാം വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു തെളിച്ച ഓറഞ്ച് വേണം. ഓറഞ്ച് പൊളിച്ചോണ്ട് വരട്ടെ? ഞാൻ കൊണ്ടുവരാം. പണി ചെയ്യുന്ന ആളിന് തിന്നാനും കുടിക്കാനും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. എന്നാ പിന്നെയും പുകയുന്നല്ലേ ആരി. താഴെ പോയോ? ഞാൻ കുറച്ചൊന്നുമില്ല. എവിടെ പോയി? താഴെ പോയോ? ഓ പാത്രത്തിൽ തന്നെ വേണം. അല്ല അതിനകത്ത് എന്തോ കളിച്ച് നിൽക്കുന്ന ഏതാണ്ടൊരു ചെറിയ ചെടി. അത് എന്തോ സാധനം നോക്കട്ടെ. ഇത് കൊള്ളാമല്ല. ഇതെന്തുവാ? അയ്യോ ഇത് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഇതിൻ്റെ. ഇതിനകത്ത് ഒത്തിരി നാടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാ ഇത്. പക്ഷേ എത്ര വർഷമായി ഇത് അങ്ങോട്ട് കിളിച്ച് വരത്തില്ലായിരുന്നു. ഇത് ഏതാണ്ടൊരു ചെടിയാ, എന്തോന്നറിയാം. ഈ കപ്പ ആ സൈഡിൽ നിന്നാണ്. ഇത് വിളഞ്ഞാന്നല്ലേ ഇത്? അയ്യോ ഇത് പിന്നെ രണ്ടീട് വേവിക്കാനുണ്ടല്ലോ. ചുമ്മാ ചാരി വെച്ചിരുന്നാന്നോ അതോ നട്ടിരുന്നാണോ? ആഹാ ചുമ്മാ ചാരി വെച്ചിത്ര നമ്മുടെ ആവശ്യത്തിന് കിട്ടിയില്ലയോ? പണി ചെയ്യാതെ സാധനം കിട്ടുന്നില്ല. നല്ല ഇത് മീനിറച്ചി വല്ലതും മേടിച്ചാലേ വേവിക്കാം. പൈസ നോക്കട്ടെ. 1 രൂപയുടെ തുട്ട. അവനെ പടക്കം പൊട്ടിച്ചേച്ച് പൊട്ടാസ് പൊട്ടിക്കാൻ സൗണ്ട് കിട്ടാൻ വേണ്ടി വെക്കുന്നത്. എന്നിട്ട് എടുത്ത് കളയുന്ന അയ്യത്ത് നമ്മൾ വഴക്ക് പറയുന്നുമുണ്ട്. പൈസ അഴുക്കാക്കി കളയുന്നതിന്. ഉണ്ടോ വീട്ടിൽ ഇല്ലയോ ഈ ഭിത്തിക്കിരുന്ന്? ഞാൻ ഓർത്തിത് ചൂലിൻ്റെ അറ്റ ഒടിഞ്ഞിരിക്കുകയാണെന്നും കൊണ്ട് ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു. അയ്യോ അതിൻ്റെ ഒരു കാലം ഒടിഞ്ഞു പോയി. ഏതാണ്ട് അതെൻ്റെ തുണിയേ ഇരിക്കുന്നു. ഞാൻ പുൽച്ചൂലിൻ്റെ അറ്റം ഒടിഞ്ഞ് അവിടെ കണ്ടിരിക്കുകയാണെന്നും കൊണ്ട് എടുത്തതായതിനെ. അല്ല അതിൻ്റെ കാലൊടിഞ്ഞതിൽ എനിക്കും വിഷമമുണ്ട്. പക്ഷെ ഞാൻ അറിയാതെ ചെയ്തതാ. അയ്യോ കാലൊരെണ്ണം പോയി അതിൻ്റെ. എൻ്റെ ഈ സാധനം കണ്ടോ? ഇതാന്ന് ഇവിടെ പോച്ച അടിക്കുന്ന സാധനം. ഇതിങ്ങനെ പോച്ച അടിക്കുന്ന ഇത് നല്ലതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാട് കളയാനെ കൊണ്ട് കാട് കളയാൻ ഇതിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. എവിടെ അടിക്കുന്നത്? എവിടെങ്ങും പോച്ചയില്ലല്ലേ. പോച്ച ലോകം മൊത്തം പോച്ചയായിരുന്നു. ഇപ്പോൾ ഒരു പോച്ച അടിക്കാൻ നോക്കിയപ്പോൾ പോച്ച ഉള്ള സ്ഥലമില്ല. വേണ്ട ഇങ്ങനെ ചെടിയും ഒന്നുമില്ലേ? ഇങ്ങനെ അടിക്കും. ഇങ്ങനെ അടിച്ചു കളഞ്ഞാൽ ഇത് 2 കൈ കൊണ്ട് പിടിച്ചടിക്കാമെങ്കിൽ ഇവിടെ എല്ലാം കാട് കളയുന്നത് ഇങ്ങനെ. അയ്യല്ലോ ഒത്തിരി ഏരിയ അയ്യത്തൊക്കെ കിടക്കുന്നതൊക്കെ ഇത്ര സാധനം കണ്ട് ഇങ്ങനെ ഇരുമ്പും കൊണ്ട് നമ്മൾ പണിയിപ്പിച്ചെടുക്കുന്നതാണ്. ഇത് സൂപ്പറാണ്. പെട്ടെന്ന് കാടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ പറ്റും. ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ടാണ് ഇങ്ങനൊരു വൃത്തിയാക്കൽ. അല്ലെങ്കിലും ഒത്തിരി ദിവസമായിട്ടെല്ലാം അഴുക്കായി കിടക്കുമായിരുന്നു. കാട് പിടിച്ച് നാട്ടിൽ നിന്ന് വന്ന് നമ്മളൊന്നും വൃത്തിയാക്കിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ വൃത്തിയാക്കും. അപ്പം
കൃഷിയൊക്കെ ചെയ്യണമെങ്കിലും അയ്യം ആദ്യം ഒരുക്കിയിടണ്ടായോ. അപ്പോൾ പോച്ചയൊക്കെ കളഞ്ഞ് അയ്യമൊക്കെ വൃത്തിയാക്കി അതുപോലെ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ക്ലീനാക്കി എടുക്കണം. നല്ല ഉറക്കം, നല്ല സമയത്തിന് കിടന്നുറങ്ങുക, സമയത്തിന് എഴുന്നേൽക്കുക, ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കുക, അങ്ങനെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഉണങ്ങി വരുന്നു ഈ ചെടിയൊക്കെ. ഇതിനൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ വേണ്ട തീ കത്തിച്ച് വേണ്ട ഇതെല്ലാം കരിഞ്ഞു പോയി. അയ്യോ വേണ്ട ഇതെല്ലാം കരിഞ്ഞ് വേണ്ടേ വേണ്ടോ ഇതെല്ലാം കരിഞ്ഞ് വേണ്ട. ഇതൊരു ചെടിയാ, ഇത് കളയല്ലേ. ഇത് ഇഷ്ടംപോലെ പൂവുണ്ടാകുന്ന അതിൻ്റെ ഒരു മൂടേ ഉള്ളൂ. തവിഴാമ്മ ഇപ്പം തണുപ്പ് സമയമായിട്ടായിരിക്കും കിളിക്കാത്തത്. പക്ഷേ നാട്ടിലൊക്കെ നട്ടപ്പോൾ എന്തെളുപ്പം കിളിച്ചു വന്ന് തമിഴാമ്മ. ഞാൻ വീഡിയോ പിടിക്കുന്ന ഒരിടത്ത് എൻ്റെ കൈ പോകുന്ന വേറൊരിടത്ത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അത് ന്യൂ ഇയറിൻ്റെ അന്ന് മുതൽ പുതിയ ആളാകാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ, ഇതിപ്പോൾ ഡിസംബർ ഇന്ന് 19, ഇന്ന് 18, ഇന്ന് ഇതുപോലെ ഡിസംബറിൽ തന്നെ തുടങ്ങിയേക്കണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അല്ലാതെ ന്യൂ ഇയറിൻ്റെ അന്ന് മുതൽ ഞാൻ പുതിയ ഒരാളാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആരെക്കൊണ്ടും അതൊന്നും നടക്കത്തില്ല. ഒറ്റയടിക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ ചെറിയ മാറ്റങ്ങൾ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യൂ ഇയർ ആകുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കും. കഴിക്കണ്ടേ? മൊത്തം പോച്ച അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ പോച്ച എല്ലാവരും പുതിയതങ്ങ് കിളിക്കും. അതടിക്കാൻ അങ്ങനെ ഒരുമാതിരിയൊക്കെ വൃത്തിയാക്കിയെടുത്ത് ഇത്രയും ഭാഗം. ഇനിയും ഉണ്ട്, പുറകു സൈഡിലും ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ വരെ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇത് വലിയൊരു കരിയാപ്പിൻ്റെ മണ്ടയ്ക്കെല്ലാം ഈ പീച്ചങ്ങായ, കോവല്, പയറ് എല്ലാം കയറി അതിനെ അങ്ങ് നശിപ്പിച്ച് ഇനിയിപ്പോൾ ഇതൊക്കെ വലിച്ചു പറിച്ച് കളയണം. പിന്നെ പയറൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ ഇടയ്ക്കൊന്ന് കരിയാപ്പും ഒക്കെ ഉണ്ട്. ഇനി നല്ല തണുപ്പായി കഴിഞ്ഞാൽ ഈ കരിയാപ്പലെല്ലാം അങ്ങ് ഉണങ്ങിപ്പോവും. നമുക്ക് കരിയാപ്പല അങ്ങനെ കിട്ടത്തുമില്ല. പിന്നെ അടുത്ത സമ്മർ ആകുമ്പോഴേ ഉള്ളൂ എല്ലാം ഒന്ന് കിളിച്ച് ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.